പാലക്കാട് ഒറ്റപ്പാലം ഭാരതപ്പുഴയ്ക്ക് സമീപം വേനലായാൽ പിന്നെ സ്ഥിരം തീപിടുത്തമാണ്. പല കാരണങ്ങളാണ് ഈ തീപിടുത്തത്തിന് കാരണമായി പറയുന്നത്. തീപിടുത്തത്തിനെ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന അധികൃതരുടെ വാക്ക് വർഷങ്ങളായി വെറും വാക്കായി തുടരുന്നുണ്ട്. അയന്നൂർ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ കാണാൻ അടിപൊളിയാണ്. വളഞ്ഞൊഴുകുന്ന പുഴ, ഇടതൂർന്ന ചില കാടുകൾ. പക്ഷെ വേനലായി കഴിഞ്ഞാൽ ഇവിടെ നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഒന്നുകിൽ ചിലർക്ക് തോന്നുന്ന മനോവൈകൃതം, അല്ലെങ്കിൽ വേനൽക്കാലത്ത് കരിയിലകൾക്ക് തീപിടിച്ചുണ്ടാകുന്ന അപകടം. എന്തായാലും വർഷാവർഷം ഇവിടെ തീപിടുത്തം ഉറപ്പാണ്. നവംബർ, ഡിസംബർ, ജനുവരി ആ സമയമാകുമ്പോഴേക്കാണ് ഈ കത്താറുള്ളത്. ഏകദേശം ഡിസംബർ ലാസ്റ്റ് ന്യൂ ഇയറോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി കുറച്ച് പേര് ഇറങ്ങിയിട്ടായിരിക്കണം കത്തിക്കുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. 5-6 വർഷമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബേർഡ് വാച്ചിങ്ങും സാധനങ്ങളൊക്കെ ചെയ്യുന്ന കാരണം അത്യാവശ്യം മൈഗ്രേറ്ററി ബേർഡുകളെല്ലാം വരാറുണ്ട് ഇവിടെ. നമ്മുടെ കയ്യിൽ തന്നെ കുറച്ച് ഫോട്ടോസുകൾ ഉണ്ടായിരുന്നു. തീ കത്തിയിട്ടുള്ള കുഞ്ഞുങ്ങൾ വെന്തുപോയതും അതിൻ്റെതായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഏക്കർ കണക്കിന് വരുന്ന ഈ പ്രദേശം ദേശാടന കിളികളുടെ ആവാസ കേന്ദ്രമാണ്. 50-ൽ പരം വ്യത്യസ്ത ഇനം ദേശാടന കിളികളെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ ഉണങ്ങി വരണ്ട് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ കാട്ടുതീ പോലെ തീ പടരാം. പിന്നീട് ഇത് ഉരുപിടി ചാരമാകും. കഴിഞ്ഞ വർഷം അങ്ങനെ ഇത് ഉരുപിടി ചാരമാവുകയാണ് ഉണ്ടായത്. ഇത്തവണയെങ്കിലും അതില്ലാണ്ടിരിക്കണം. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും വരാറുണ്ട്. അവർ 1-2 പ്രാവശ്യം അവരാണ് തീയിട്ടെന്നുള്ള രീതിക്കാണ് പോലീസൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2022 ജൈവവേലി സ്ഥാപിക്കാന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇതുവരെ അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. കുറേ പേരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വർഷവും ഇതൊരു കടമ പോലെ, ചടങ്ങായി മാറുന്ന പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വർഷവും. കണ്ടോ, വേനലാകുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ഭാഗത്ത് ചെറിയൊരു തീപിടുത്തം ഉണ്ടായി. ഇനി വേനലാകും തോറും ഈ തീപിടുത്തം കൂടും. എത്രയും പെട്ടെന്ന് ഹരിതവേലി സ്ഥാപിച്ച് ഇത് സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.